ഹലോ. ഹലോ. ആ, ഞാനിന്ന് അല്പം വൈകും. ഓഫീസിൽ ഓവർ ടൈം ഡ്യൂട്ടി ഉണ്ട്. ഫോണിലാണെങ്കിൽ ചാർജ് ഇല്ല, ചിലപ്പോൾ ഓഫാവും. അപ്പം നീ കഥ അടച്ച് കിടന്നോ, ഞാൻ വിളിക്കാം. ഓക്കെ. ഹലോ, ഇത് QR അല്ലേ? ശ്രീകുമാറിന് എന്ത് കിട്ടുമോ? ശ്രീ ഒന്ന് ഡ്രൈവ് ചെയ്യാവോ? ഷുവർ. ദേശീയ ജൂനിയർ ബാസ്കറ്റ്ബോൾ ടീമിന്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ സ്കൂളിന്റെ അഭിമാനമായ റോസ് മൂത്തടന് സ്കൂളിന്റെ വക ഉപഹാരം. ചേച്ചി ബാസ്കറ്റ്ബോൾ പ്ലെയർ ആണോ? പലപ്പോഴും പണിയൊന്നുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് തോറ്റു തുന്നമ്പാടിയിരിക്കുമ്പോൾ ഈ സ്കൂളിൻ്റെ ചുറ്റുവട്ടത്തിലേക്ക് ഞാനൊരു യാത്ര നടത്തും. കുറേ നല്ല ഓർമ്മകൾക്ക് വേണ്ടി, ജീവിതത്തിൽ മടുപ്പ് മാറ്റാൻ. റോസിനെ ഞാനിവിടെ കൊണ്ടുവന്നതും അതുദ്ദേശിച്ച. താങ്ക്സ്. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പ്രണയമല്ല എൻ്റെ ഭാര്യ മീന. ഇന്റർവ്യൂ കഴിഞ്ഞ് കരഞ്ഞൊലിഞ്ഞു വരുന്നൊരു പെണ്ണ് മീന. ഒന്ന് സംസാരിച്ച് വെറുതെ സമാധാനിപ്പിച്ചു. പിന്നീട് പ്രേമിച്ചു. ജാതിയൊന്നും നോക്കിയില്ല, ഒളിച്ചോടി. ഇപ്പൊ വർഷം 6 കഴിഞ്ഞു, ഒരു കുട്ടിയായി. ബുദ്ധിമുട്ടി കൂറ്റൻപാറ മലമുകളിൽ എത്തിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലൊരു ചോദ്യം ബാക്കി. എന്തിനായിരുന്നു ഈ അത്യധ്വാനമെന്ന്? മീനയുടെ മനസ്സ് ഒരു പക്ഷെ ശ്രീയും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ദിവസത്തിൽ 24 മണിക്കൂർ മാനേജർ, കമ്പനി, ടീം, കസ്റ്റമർ എല്ലാവർക്കും അപ്പോയിൻമെന്റിന് സമയം നൽകാം. സ്വന്തം കാര്യത്തിനും കുടുംബത്തിനും മീറ്റിങ്ങുകളില്ല, അപ്പോയിൻമെന്റ് ഇല്ലേ ഇല്ല. എനിക്ക് തോന്നുന്നത് ഞാനും മീനയുമെല്ലാം ഒരേ തൂവൽ പക്ഷികളാണെന്ന്. അടുത്ത തവണ വരുമ്പം ശ്രീ മീനയും കൂട്ടണം. ശരി, ആദ്യത്തെ പ്രണയം മീനല്ലെന്ന് പറഞ്ഞില്ലേ? ഏതായിരുന്നു ശ്രീയുടെ ആദ്യത്തെ പ്രണയം? തനിച്ചിരുന്ന് ഊതിക്കുടിക്കുന്ന കാപ്പി പോലെ ഒരു സ്വകാര്യമായ അനുഭവമാണ് ആദ്യത്തെ പ്രണയം. ഷെയർ ചെയ്താൽ അതിൻ്റെ സുഖം പോവും.
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മോളോട് ഞാൻ എങ്ങനെ പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഒന്നുകിൽ അമ്മ മരിക്കാൻ കിടക്കണം, അല്ലെങ്കിൽ മകൾ പ്രസവിച്ചു കിടക്കണം. ഭർത്താവിനെ പിരിഞ്ഞ് ഭാര്യ നിൽക്കേണ്ട അവസരങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. ഒരിടത്തും പിന്മാറരുത് എന്റെ റോസ്. ആ, പപ്പയുടെ റിവോൾവർ ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. അമ്മയൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ കള്ളിമാരെ ഒന്ന് കൈകാര്യം ചെയ്യാനാ. ഔട്ട്. റോസ്, ഞങ്ങളൊരു പ്രോജക്ട് ഡിസ്കസ് ചെയ്യായിരുന്നു. ഇനി നീ എന്റെ മുമ്പിൽ വരരുത്. സി യു അലക്സ്. ഓക്കെ. ബൈ റോസ്. നമ്മൾ ഇനിയും കാണും. This is really stupid. ഞാൻ അറിയാതെ അഞ്ജുനും മസൂരിക്ക് അയച്ചത് എന്തിനാ? അവിടെ അമ്മ ഞാനാ. ഞാൻ അവിടെ അപ്പനാ. അഞ്ജുവിന്റെ ടെന്നീസിന്റെ പേഴ്സണൽ അജണ്ട ആകാൻ പാടില്ല. മനസ്സിലായില്ല? മനസ്സിലായില്ലേ? നിന്റെ ഫ്രസ്ട്രേഷൻ മാറ്റാനല്ല എന്റെ മകൾ ടെന്നീസ് കളിക്കുന്നത്. നടക്കാതെ പോയ നിന്റെ ബാസ്കറ്റ്ബോൾ പോലെ ആയിരുന്നു എന്റെ മകളുടെ ടെന്നീസ്. മാച്ചിന്റെ സമയത്ത് ഓടിച്ചോടി പോയ കോച്ചല്ലേ നീ? അങ്ങനെയുള്ളൊരു കോച്ചിനെ വെച്ച് എന്റെ മകളുടെ ടെന്നീസ് നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. വാവ്, വണ്ടർഫുൾ. കുട്ടിപ്പാവടായിട്ട് കൊച്ചിനെ കളിപ്പിക്കാൻ മടിയുള്ള തനി കോട്ടയത്തുകാരൻ അച്ഛൻ അങ്ങ് പുരോഗമിച്ചു പോയല്ലോ. ലിവിങ് ടുഗദർ കാര്യ വീട്ടിൽ കയറ്റി പ്രോജക്ട് ഡിസ്കസ് ചെയ്തുണ്ടായ മനപരിഷ്കാരം. Shame on you. അതെ, ലഫ്റ്റനന്റ് കേണൽ സിറിയൻ മുത്തേടിന്റെ മോളാണെങ്കിലും ഞാനേ തനി പൂഞ്ഞാരികാരിയാ. എന്റെ ഭർത്താവും കുടുംബം എന്റെ അവകാശമാ. എനിക്കുള്ളത് മാത്രമാ. എന്റെ അച്ചായനും എനിക്ക് അങ്ങനെ തന്നെയാ. എന്റെ സ്വന്തമാ. ഞാൻ അങ്ങനെ ആകാനേ സമ്മതിക്കത്തുള്ളൂ.